നമുക്കൊരു 10 മിനിറ്റ് കൊണ്ട് ഈ പുനുകുലു ഉണ്ടാക്കി നോക്കിയാലോ. ആന്ധ്രയിൽ പഠിക്കാൻ പോയ നാത്തൂനാണ് ഈ പേര് പറഞ്ഞു തന്നത്. ഇത് സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അപ്പോൾ അതിനാകെ വേണ്ടത് ദോശ ബാറ്ററാണ്. നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്ന കുറച്ച് മാവുണ്ടല്ലോ അത് മാറ്റി വയ്ക്കുക. അതിലേക്ക് കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പില, കുറച്ച് സബോള, പിന്നെ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി വയ്ക്കുക. അതിലേക്ക് ബാറ്റർ കുറച്ചുകൂടി ഒന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് കുറച്ച് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ എണ്ണയിൽ വറുത്തെടുക്കുക. ഇതെല്ലാവരും വീട്ടിൽ ഒരുപാട് പേരൊക്കെ ചെയ്യുന്നത് തന്നെയായിരിക്കും. പക്ഷെ ഇതിൻ്റെ പേര് എങ്ങനെയാണെന്ന് കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല. ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത്. അപ്പോൾ ഇതേപോലെ ഒന്ന് മുരിച്ചെടുത്താൽ മതി എണ്ണയിൽ. പെട്ടെന്ന് തന്നെ നമ്മൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സാമ്പാറൊക്കെ എന്തായാലും വെച്ചിട്ടുണ്ടാവുമല്ലോ ഇഡ്ഡലിക്കും ദോശയ്ക്കും. അപ്പോൾ ആ സാമ്പാറും ചട്നിയും കൂട്ടിയിട്ട് ഇതേപോലെ നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഉഴുന്നുവടയുടെയൊക്കെ ടേസ്റ്റാണ് കേട്ടോ അത് വരണത്. അപ്പോൾ ഉഴുന്നുവട കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇതുണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.